കിഴക്ക് സൂര്യനുദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ, നാദ ഞാൻ പാടാനെന്നും നിന്റെ കീർത്തനം ഓ നീടാം. പാടി വന്നപ്പോൾ വരികൾ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ 2025 നമ്മളെ വിട്ട് അങ്ങ് അകന്ന് പോവുകയാണ്. ഇനി ഒരു ദിവസവും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ന്യൂ ഇയർ എത്തി, പുതുവർഷം എത്തി. 2026 നമ്മളെ വരവേൽക്കുന്നത് പുതിയ ആശയം, പുതിയ സന്തോഷം, സമാധാനം എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എല്ലാം പഴയതുപോലെ തന്നെയാണ്. കലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ, അക്കങ്ങളും മാറുന്നുണ്ട്, അല്ലാതെ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞ വർഷവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം. പക്ഷേ എവിടെയോ എപ്പോഴൊക്കെ കുറച്ച് പാളിപ്പോയി, കുറച്ച് പേരെ വിശ്വസിച്ച് അതിൻ്റെ പേരിൽ എനിക്ക് നന്നായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. 2025 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ളൊരു വർഷം. കഴിഞ്ഞ ഒരു 15 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച ഒരു വർഷം, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി കഷ്ടത നേരിട്ട വർഷം, വീട്ടിനകത്തുനിന്നല്ല വീട്ടിന് പുറത്തുനിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, മാനസിക സമ്മർദ്ദം അനുഭവിച്ച വർഷമാണ് 2025 എന്ന വർഷം. ഏറ്റവും കൂടുതൽ പേടി. പിന്നെ നമുക്ക് അതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേടി എന്ന് പറയുന്ന സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു. പേടിയില്ല, ഭയമില്ല, എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ധൈര്യം. നമുക്ക് ശത്രുക്കൾ വേണമല്ലേ. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയുക, ശത്രുക്കളുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നടക്കാനുള്ള, നമുക്ക് കാല് വയ്ക്കാനുള്ള, എന്താ പറയുക, ഒന്ന് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഈ ചില ടീച്ചേഴ്സിൻ്റെ വായിന്നൊക്കെ ചില വാക്കുകൾ ഐ ഡോണ്ട് നോ ചില വാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളുമാരൊക്കെ പഠിച്ചൊക്കെ വരുന്ന ഇതുണ്ട് കേട്ടോ. ടീച്ചർമാർ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ടീച്ചർമാരും പഠിച്ച് വരുന്ന എല്ലാ ടീച്ചർമാരെ അടച്ചാക്ഷിപ്പിക്കുന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. ചില ടീച്ചർമാർ ഈ ഇടയിൽ പരിചയപ്പെട്ട കുറച്ച് ടീച്ചർമാരുടെ കുറേ ഇംഗ്ലീഷൊക്കെ അറിയാമെന്നുള്ള കുറച്ച് അഹങ്കാര ധ്വനിയോട് കൂടിയുള്ള കുറച്ച് ടീച്ചർമാരുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എവളന്മാരൊക്കെ പഠിച്ച് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പഠിച്ചൊക്കെ ജോലിയിൽ പ്രവേശിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഈ പറഞ്ഞ കണക്ക് പാർട്ടിക്കാരുടെ കാലും കൈയൊക്കെ പിടിച്ച്, അല്ലെങ്കിൽ അപ്പൻ്റെയൊക്കെ ജോലി കിട്ടിയതും, പിന്നെ ഭർത്താവ് പിന്നെ അല്ലാതെയൊക്കെ ജോലി വാങ്ങിച്ച് കൊടുത്തവരൊക്കെ ഉണ്ടല്ലോ. ഈ അപ്പനൊക്കെ മരിച്ച് അവരുടെ ജോലിയൊക്കെ കിട്ടിയവരും അങ്ങനെയാണല്ലോ ഒട്ടുമിക്ക സർക്കാർ ജോലിയും അങ്ങോട്ട് തള്ളി കൊടുക്കുന്നത്. സാധാരണക്കാർ അവിടെ കിടന്ന് മൂക്കിട്ടി ഷൈനാക്കെ വരയ്ക്കുക, അതൊക്കെ സ്വാഭാവികം. അപ്പം എന്താ പറയുക, അതൊക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് 2026 നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നോക്കാം. പുത്തൻ പ്രതീക്ഷകളൊന്നും വെക്കണ്ട. അപ്പം ഇതുവരെയൊക്കെ വന്നതുപോലെയൊക്കെ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോവാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ നമ്മളെ കയ്യിരിപ്പ് പോലെയും നമ്മളെ വായിൻ്റെ സംസാര രീതികളൊക്കെ പോലെ ഇരിക്കും. പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കി